നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ വീഡിയോ 4/8/2026 ചൊവ്വാഴ്ച വൈകിട്ട് സ്വർണ്ണവിലയും റബ്ബർ വിലയും. സ്വർണ്ണവില നോക്കുമ്പോൾ ഇന്നും സ്വർണ്ണവില കുറവുണ്ടായിരിക്കുകയാണ്. 3 ദിവസത്തെ മാറ്റമില്ലാത്ത സ്ഥിതിക്ക് ശേഷമാണ് ഇന്ന് സ്വർണ്ണവില കുറഞ്ഞത്. രാജ്യാന്തര വിപണിയിലെ ചെറിയ ഇടിവാണ് കേരളത്തിലും ഈ സ്വർണ്ണവില പ്രതിഫലിച്ചത്. ഇന്നത്തെ വിശദമായി സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 1 ഗ്രാം 13,200, 1 പവൻ 1,05,600 അതുപോലെ 24 ക്യാരറ്റ് 14,400, 1 പവൻ 1,15,200. അതുപോലെ 18 ക്യാരറ്റ് 10,800, 1 പവൻ 86,400. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. അതേസമയം വെള്ളി വിലയിൽ മാറ്റമില്ല തുടരുന്നു. നിലവിൽ 1 ഗ്രാം വെള്ളിക്ക് ഇപ്പോൾ 235, 10 ഗ്രാം വെള്ളിക്ക് 2,350 രൂപയാണ് ഇപ്പം നിലവിൽ വില നടക്കുന്നത്. പശ്ചിമേഷ്യയിൽ US ഇറാൻ സമാധാന ചർച്ചകളിൽ ആശങ്ക സ്വർണ്ണവിലയും കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ വില ഉയർന്നു. ഇത് പണപ്പെരുപ്പ് ഭീഷണിയും വർദ്ധിപ്പിച്ചു. അതേസമയം ഇന്നത്തെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ്. കോട്ടയം RSS 4 കിലോ 286, RSS 5 കിലോ 281, ISN20 252, ലാറ്റക്സ് 60% DS 197 60 ഇതാണ് വൈകിട്ടത്തെ കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 284, RSS 5 കിലോ 281. അഗർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 276, RSS 5 കിലോ 273. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 1 269.86, RSS 2 268.15, RSS 3 266.57, RSS 4 265.72, RSS 5 265.29. ഇതാണ് വിദേശ വില. വിദേശ വില വീണ്ടും കുറയുകയാണ്. എന്തായാലും ഇപ്പോഴും നമ്മുടെ നാട്ടിൽ റാഗിംഗ് ഉണ്ട്, അതും സ്കൂളുകളിൽ. പെരുമ്പാവൂർ കീഴിലം സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂര റാഗിങ്ങും മർദ്ദനവും നേരിട്ടതായി പരാതി പോലീസിന്. തുണി അഴിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് ശുചിമുറിയിൽ കൊണ്ടുപോയി മർദ്ദിക്കുകയും അപമാനിക്കുകയും ചെയ്തെന്നാണ് ആരോപണം. സംഭവത്തിൽ 4 വിദ്യാർത്ഥികൾക്കെതിരെ സീനിയർ റാഗിംഗ് വിരുദ്ധ നിയമപ്രകാരം പോലീസ് കേസെടുത്തു. അന്വേഷണം ആരംഭിച്ചു. ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥി ചികിത്സയിലാണ്. എന്തായാലും ആരെയും വിശ്വസിച്ച് ആവശ്യമില്ലാതെ മറ്റ് അജ്ഞാത കേന്ദ്രങ്ങളിൽ ഒരു കാരണവശാലും ഒരു കുട്ടിയും പോകരുത്. വളരെയേറെ സൂക്ഷിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വളരെയധികം തടയണം, അല്ലെങ്കിൽ ഭാവിയിൽ ഗുരുതരമായ ഭവിഷ്യത്തുകൾ സംഭവിക്കും. തുടക്കത്തിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ശക്തമായ ബോധവൽക്കരണമൊക്കെ കൊടുക്കണം. വീടുകളിൽ നിന്ന് തന്നെ കോളേജിലും സ്കൂളിലൊക്കെ പോകുമ്പോൾ വിദ്യാർത്ഥികൾക്ക് വേണ്ട രീതിയിൽ ഇങ്ങനെയുള്ള കൗൺസിലിങ്ങിനും കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമായൊരു ഘടകമാണ്. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടുന്നത് വളരെയധികം നന്ദി.